എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു ഫുട്ബോൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന് യൂസ് ചെയ്യുന്ന ബോളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഈ ഒരു ലിക്വിഡ് നൈട്രജനും നമ്മുടെ ഫുട്ബോളും വെച്ചിട്ടുള്ള സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫുട്ബോളിന് നമ്മുടെ ലിക്വിഡ് നൈട്രജന്റെ ടെമ്പറേച്ചർ താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് നമ്മൾ വെച്ചു, നമ്മുടെ ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ലിക്വിഡ് നൈട്രജൻ എടുത്ത് നേരെ നമ്മുടെ ഈ ഒരു കുളത്തിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോവുകയാണെങ്കിൽ 30 ലിറ്ററാണ് ലിക്വിഡ് നൈട്രജൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, ഓരോ ദിവസം ഇരിക്കുന്നവർ മറ്റു പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. തന്നെ അനുകരിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികൾ കേട്ടോ. അതേ നമ്മുടെ ലിക്വിഡ് നൈട്രജൻ നമ്മുടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഓ, നമ്മുടെ പുല്ലൊക്കെ എന്താ ഇനി അറിയില്ല, വീട്ടുകാർ ചിലപ്പോൾ ഓടിച്ച് കളയും നമ്മളെ. അയ്യോ മച്ചാൻ പറയാം, നമ്മൾ ഒഴിച്ചത് മൊത്തം പറ്റിപ്പോയിട്ടാ. ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒഴിച്ചത് മൊത്തം ഗ്ലാസ് ആയിപ്പോയി. നമ്മൾ എടുക്കുമ്പോൾ മഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഇതിൽ ഒഴിച്ചത് മൊത്തം പറ്റിപ്പോയി. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ലിക്വിഡ് നൈട്രജൻ എടുത്ത് നമ്മളിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഇതിൽ ഒഴിച്ചത് മൊത്തം തീർന്നു പോയേ. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടി ഒഴിക്കുകയാണ്. എന്താ അവസ്ഥ എന്ന് ആദ്യം നോക്കിയിട്ട് ബാക്കി ഒഴിക്കാം. ബോൾ എടുത്ത് നമ്മൾ ഇതിലേക്ക് വെക്കാനായിട്ട് പോവാണ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ബോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് നമ്മൾ മാറ്റിയിട്ട് സാധാ ഒരു ബോൾ നമ്മൾ എടുക്കാൻ പോവാണ്. കാരണം അത് ഗീവ് കൊടുക്കാനുള്ള ബോളാണ്. അപ്പോൾ ഇത് 400 രൂപയുടെ ബോളാണ്. ഇത് വെച്ചാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് മച്ചാമാരെ. അപ്പോൾ നമ്മുടെ ബോൾ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ലിക്വിഡ് നൈട്രജൻ വെച്ച പാത്രത്തിലേക്ക് ഇത് ഇങ്ങനെ മുക്കി വെക്കുകയാണ്. ഇതിപ്പോൾ അധികം മുങ്ങി കിടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലിക്വിഡ് നൈട്രജൻ കുറച്ചുകൂടി എടുത്തിട്ട് നമ്മുടെ ബോളിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഓക്കേ, അപ്പോൾ നമ്മുടെ ഫുട്ബോളിലേക്ക് നമ്മുടെ ലിക്വിഡ് നൈട്രജൻ നമ്മളിത് ഒഴിച്ച് കൊടുത്ത് തണുപ്പിക്കുകയാണ്. അപ്പോൾ മച്ചന്മാരെ, ഇനി നമ്മുടെ ബോൾ നമ്മൾ ഒന്ന് നല്ല രീതിക്ക് ഇതിലിട്ടൊന്ന് ഉരുട്ടി കൊടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ലിക്വിഡ് നൈട്രജൻ്റെ ബോൾ മുട്ടി നിൽക്കുന്ന ഭാഗം മാത്രമേ തണുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് നമ്മൾ കൈ വെച്ച് നമ്മുടെ ബോൾ ഉരുട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ബോൾ ഇപ്പോൾ നല്ല രീതിക്ക് കിടന്ന് കറക്കുന്നുണ്ട്. ഹാർഡായിട്ട് ഉണ്ട് തോന്നുന്നു നമ്മുടെ ബോള്. അപ്പോൾ ഇനി ഇതേ നമ്മൾ അധികം നേരം വെക്കുന്നില്ല. നമ്മുടെ ബോൾ ഇതേ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇനി നമ്മുടെ ബോളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാട്ടിത്തരാം. കണ്ട, ഹാവി പറക്കണ ബോൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ ലിക്വിഡ് നൈട്രജനിൽ മുക്കി വെച്ച ബോൾ ഇനി നമ്മളിത് നിലത്തിട്ട് പൊട്ടിച്ച് നോക്കാൻ പോവാണ്. നോക്കിക്കോ, ഇത്ര നേരം കുത്തി ബൗൺസ് ചെയ്തുകൊണ്ടിരുന്ന ബോളാട്ടാ. ഇപ്പം എന്താ പറയാ, മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കലമൊക്കെ നിലത്തിടൂലേ, പ്ലാസ്റ്റിക്കിൻ്റെ കലമൊക്കെ നിലത്തിടുമ്പോൾ സൗണ്ടാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ബോൾ ലിക്വിഡ് നൈട്രജനിൽ മുക്കുന്നതിന് മുമ്പും മുക്കിയതിന് ശേഷമുള്ള ആ ഒരു വ്യത്യാസമാണ് നമ്മളിപ്പോൾ കാണുന്നത്.